പേര് കേട്ടപ്പോഴേ മനസ്സിലായി ഓനൊരു കാക്ക ആയിരുന്നു. ഇല്ലേ? പേര് കേട്ടപ്പോഴേ മനസ്സിലായി ഓനൊരു കാക്കയായിരുന്നു. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട്. ആഹാ, അപ്പൊ എന്റെ പേര് ബൈബിളിലും ഉണ്ട്. ഇല്ലേ? യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ ഇസ്മായിൽ എന്ന് പേര് വിളിക്കണം. അപ്പോ ഈ കാക്കയുടെ പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? യഹോവ സങ്കടം കേൾക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മെ കേൾക്കുന്നവനാ കർത്താവ്? ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തെ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? ഈ വേദപുസ്തകം സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? ഈ വേദപുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും അതാക്ഷരികമായി നിറവേറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഈ വേദപുസ്തകം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം സുവിശേഷം പറയാൻ ഭയങ്കര എടുക്കാം. എന്നാൽ നമുക്ക് മടിയുള്ളൊരു കൂട്ടരുണ്ട് സുവിശേഷം പറയാൻ. അതാരോടാ? ആരോടാ? ഈ നമ്മുടെ കൂട്ടുകാരോടാ. കാരണം എന്തെന്നറിയാമോ? അവരോട് സുവിശേഷം പറയുമ്പോ പറയും, എന്താണെങ്കിലും കൊള്ളാം, നമ്മൾ ചേട്ടാനിയന്മാരും മക്കളാം, അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാൻ വരരുത്. സി ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്കൊരു കാര്യം അറിയാം. ഇവിടെ അനേക മുസ്ലിം സഹോദരങ്ങളുടെ കടന്നു വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എനിക്കതറിയാം. എന്നാലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തെന്നറിയാമോ? യാതൊരു ഭയവും കൂടാതെ, ലജ്ജയും കൂടാതെ അവരോട് സുവിശേഷം പറയുവാൻ എന്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. അനേക സഭകളിൽ ഞാൻ കടന്നു പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ മുസ്ലിംസിനോട് സുവിശേഷം പറയുന്നു, അത് പറയുവാൻ തയ്യാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലരും ഭയത്തോടെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിച്ചിട്ടില്ലെന്ന് പറയുന്ന ദൈവദാസന്മാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ചില സഭകളിൽ എന്റെ ജീവിതത്തിലുണ്ടായ ചില വേദനകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില സഭകളിൽ ചില മുസ്ലിം സഹോദരങ്ങൾ കടന്നുപോയിട്ട് അവിടെ പ്രതികൂലമുണ്ടാകുന്ന സമയത്ത് ആ സഭയിൽ നിന്ന് ദേവദാസൻ പറയും, ഇനി ഇവിടെ ആരാധനയ്ക്ക് വരരുത്, വേറെ സ്ഥലത്ത് പൊക്കോണം. ഞാൻ പറയാം, ഇത് ചില്ലറ കാര്യമല്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വില കൊടുക്കുവാൻ ആര് തയ്യാറുണ്ടോ ഈ സമൂഹത്തിൽ നിന്ന് ചിലരെ കർത്താവിനോട് നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും. കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അനേകരും ഭയപ്പെടുന്നതിന്റെ കാരണം ഇവരുടെ സ്വഭാവത്തിനകത്ത് ഹല്ലേലൂയ ഇന്ന പാളിച്ചകളുണ്ട് എന്ന് പറയുന്ന ഹല്ലേലൂയ അവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖുർആൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. എന്തെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങൾ യാതൊരു കാരണവശാലും ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടരുത്. ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടിയാൽ അവർ നിങ്ങളെ സ്നേഹിക്കും, സ്നേഹിച്ച് വശീകരിച്ച് അവരുടെ മതത്തിലാക്കി ചേർക്കും. പക്ഷെ നമുക്കെന്താ പേടി? യോ പാടില്ല, അവർ തീവ്രവാദികളാണ്. യോ പാടില്ല, അവർ ഉപദ്രവിക്കും. എന്റെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്. ദൈവത്തിന്റെ മാർഗം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ മാർഗമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഉള്ളത്തിനകത്ത് ഹല്ലേലൂയ ആഴമേറിയ ഒരു തീരുമാനമുണ്ടാകട്ടെ. ഏത് നിലയിലും എന്റെ കർത്താവ് അവസരം തരുന്നത് പോലെ ഇവരോട് സുവിശേഷം പറയുവാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? പലപ്പോഴും നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്ന പല മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവരോട് സുവിശേഷം പറയാനോ ഹല്ലേലൂയ ഒന്നും നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഹല്ലേലൂയ അവരോട് സുവിശേഷം പറയുവാൻ നാം തയ്യാറാവുക. വേഗത്തിൽ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് വയനാട്ടിലെ തമിഴ്നാട് ബോർഡർ പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്, മാതാവിന്റെ പേര് ഫാത്തിമ, 3 സഹോദരങ്ങൾ ഗഫൂർ, ഷഫീർ, റിയാസ്. അവരെല്ലാം ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ ജീവിച്ചു വരുന്നു. ഞാൻ കുഞ്ഞുനാൾ മുതലേ ഹല്ലേലൂയ വളർന്നു വന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ ഭവനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഭവനമാണ്, ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ തന്നെ എല്ലാ രീതിയിലും മതചിട്ടകൾക്കനുസരിച്ച് എന്റെ പിതാവും മാതാവും ഞങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു മുസ്ലിം മോസ്ക്. അതുകൊണ്ട് തക്ക സമയത്ത് അവിടെ ആരാധനയ്ക്ക് പോകണമായിരുന്നു, നിസ്കരിക്കാനൊക്കെ പോകണമായിരുന്നു. യാതൊരു എക്സ്ക്യൂസും അതിനകത്തൊന്നും തരത്തില്ലായിരുന്നു. 4ാം ക്ലാസ് വരെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഹല്ലേലൂയ താമസിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ അവിടെ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്റെ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എങ്ങനെയായിരുന്നു? എന്നെയും എന്റെ ജ്യേഷ്ഠനെയും വയനാട്ടിൽ പ്രശസ്തമായുള്ള ഒരു ഓർഫനേജ് ഉണ്ട്, പ്രിയ സജീവങ്ങളിൽ അറിയാം, മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട് മുസ്ലിം ഓർഫനേജ് എന്ന് പറയുന്ന ഒരു
യത്തീം ഖാനയുണ്ട്. അവിടെ എന്നെയും എന്റെ ജ്യേഷ്ഠനെയും കൊണ്ടുപോയി വിടുവാൻ തക്കവണ്ണം എന്റെ പിതാവ് തീരുമാനിച്ചു. അങ്ങനെ 5ാം ക്ലാസ്സിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത്, സാധാരണയായി സ്കൂൾ വിട്ട് കഴിയുന്ന സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പൊ എന്റെ ഹൃദയത്തിലുമുള്ള ചിന്ത ഇതായിരുന്നു, എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോകാം. പക്ഷേ അന്ന് രാത്രിയിൽ പോകാൻ പറ്റിയില്ല, പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല. ഞാൻ ചിന്തിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. അതും സാധിച്ചില്ല. അടുത്ത 3 വർഷത്തേക്ക് ഞാൻ വീട്ടിൽ പോയില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്റെ പിതാവ് എന്റെ മാതാവിനെ ഉപേക്ഷിച്ച് അദ്ദേഹം കടന്നുപോയെന്ന്. ഹല്ലേലൂയ. വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അനേക കൂട്ടുകാരുണ്ടായിരുന്നു, ക്രിസ്തീയ കൂട്ടുകാർ അനേകരുണ്ടായിരുന്നു. അതിൽ ഹല്ലേലൂയ പെന്തക്കോസ്തുകാരനായിട്ട് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ പേര് റോയ് എന്നാണ്. പെന്തക്കോസ്ത് എന്താണെന്ന് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് അവർ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണ്, ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരാണ് എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കൂട്ടുകാരൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള കൂട്ടുകാരെ പോലെയല്ല, വളരെയധികം വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഈ കൂട്ടുകാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ നല്ല സ്നേഹമുള്ള, മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുന്ന കാണുവാൻ തക്കവണ്ണം എനിക്കിടയായി. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ആരാണ് വേറെ അന്യഗ്രഹ ജീവി വല്ലമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഞങ്ങളെല്ലാം പല കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് ഇവൻ മാത്രം അതിനകത്തൊന്നും ഇടപെടത്തില്ല. അവന്റെ വിളി കേട്ട് കഴിഞ്ഞാൽ സഹോദര എന്നുള്ള വിളിയല്ലാതെ അവൻ വിളിക്കത്തില്ല. അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറക്കുവാൻ പറ്റാത്ത ഒരു അനുഭവമായി ക്ലാസിന്റെ മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടുകാരന്റെ അടുക്കൽ വന്ന് തോളെ കൈയിട്ടിട്ട് ചോദിച്ചു, ഇസ്മായേലെ സഹോദര, നിനക്ക് എന്ത് പറ്റി? ഞാൻ എന്റെ ഭാരം അവനുമായിട്ട് പങ്കുവെച്ചു. പിറ്റേ ദിവസം അവൻ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, നാളെ നീ എന്റെ വീട്ടിലേക്ക് ഒന്ന് വാ. വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത്, ഹല്ലേലൂയ, ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന ഒരപ്പച്ചനെ കണ്ടു. കാതിലും കഴുത്തിലും ഇല്ലാത്ത അമ്മച്ചി, ഹല്ലേലൂയ, 2-3 കാതിലും കഴുത്തിലും ഇല്ലാത്ത സഹോദരിമാരും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതേത് ലോകമാപ്പ? ഹല്ലേലൂയ. ഇതേത് വർഗമാ? നമ്മളെ കുറിച്ചും പലരും അങ്ങനെയല്ലേ പറയുന്നേ. അങ്ങനെ ആ ഭവനത്തിനകത്ത് ചെന്നപ്പോഴാണ് അടുത്ത കാര്യം എനിക്ക് അത്ഭുതമായി തോന്നിയത്. അവർ സന്ധ്യയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പാവരിച്ചു, മുട്ടുമടക്കി കൈയടിച്ച് പാടാൻ തുടങ്ങി. ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം 5 നേരം നിസ്കരിച്ചു കൊണ്ടിരുന്ന എനിക്ക് അവിടെ മുട്ടുമടക്കാൻ ഇച്ചിരി മടിയായിരുന്നു. പക്ഷേ ഏതോ ഒരു ശക്തി എന്നെ അവിടെ മുട്ടുമടക്കിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ആരാധന ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവർ ആരാധിച്ചു, ഞാൻ കണ്ണുപിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ അപ്പച്ചൻ ഹല്ലേലൂയ വചനത്തിൽ നിന്നെല്ലാം വായിച്ചു. അതിനുശേഷം ഈ റോയുടെ പിതാവ് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ, ഗദ്ഗതത്തോടെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ശ്രദ്ധിച്ചു, ഇസ്മായേൽ ഇസ്മായേൽ എന്ന് താൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. താൻ കരയുകയും ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയും ആരും എനിക്ക് വേണ്ടി കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ആ പിതാവ് ആദ്യമായി എന്നെ കാണുന്നു, പക്ഷെ ആ പിതാവ് കരയുന്നു. എന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, എന്തുകൊണ്ട് ഈ പിതാവ് കരയുന്നു? അതിനുശേഷം സുവിശേഷം പറഞ്ഞു. സാധാരണയായി പറയാനുള്ളത് പോലെ എന്റെ ഈ തല മത്തങ്ങാ തലയായിരുന്നു, അന്നൊന്നും കയറത്തില്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല എന്താ പറഞ്ഞേന്ന്. പക്ഷെ ഒരു കാര്യം, ആ കണ്ണുനീര് എന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക ദിവസങ്ങൾക്ക് ശേഷം ആ കണ്ണുനീര് ഫലം കാണുവാൻ തക്കവണ്ണം ഇടയായി. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഹല്ലേലൂയ കോപ്പറേറ്റീവ് കോളേജ് ബത്തേരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സീനിയറായി പഠിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അവരുടെ പേര് ബ്ലസി എന്നാണ്. അതിന്റെ കാതിലും കഴുത്തിലും ഒന്നുമില്ല. അപ്പോഴേ മനസ്സിലായി ഏതാ വർഗമെന്ന്. ഹല്ലേലൂയ. ഈ സഹോദരി പയ്യപ്പ എന്നോട് കൂട്ടുകൂടാൻ തുടങ്ങി. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലായിരുന്നു. എന്റെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ എന്റെ അധ്യാപകർ ചിരിക്കും, എന്റെ കൂട്ടുകാരും ചിരിക്കും. അത്ര നല്ല ഇംഗ്ലീഷ് ആയിരുന്നു എന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ടിട്ട് മനസ്സലിഞ്ഞ ഈ ചേച്ചി എന്നെ ഹല്ലേലൂയ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആവർത്തി നല്ല സൗഹൃദമായപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ചേച്ചി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇസ്മായേലെ, നാളെ ഞാൻ വരുമ്പോൾ ഒരു സമ്മാനം കൊണ്ടുവന്ന് തരാം. വലിയ പ്രതീക്ഷയോടെ സമ്മാനത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ഇന്ന് എന്നെ കാണുന്ന സമയത്ത് നല്ല ഡ്രസ്സുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കർത്താവ് തന്നതാണ്. അന്ന് ഹല്ലേലൂയ ഒരു സാഹചര്യവും ഇല്ലാതിരുന്നപ്പോൾ ഈ സഹോദരി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നാളെ വരുമ്പോൾ ഒരു സമ്മാനം കൊണ്ടുവരാം. വലിയ ഏതോ സമ്മാനമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഹല്ലേലൂയ ഇരുന്ന സമയത്ത് പിറ്റേ ദിവസം നേരത്തെ ചെന്നപ്പോൾ പൊതിഞ്ഞ ഒരു കുഞ്ഞ് സമ്മാനം എന്റെ കൈ കൊണ്ടുവന്നു. തുറന്നു നോക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. വേറെ ഒന്നും അല്ലായിരുന്നു, ഞങ്ങളോട് വായിക്കരുത് എന്ന് വിലക്കിയ ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ ഒരു ഇംഗ്ലീഷ് ഗിതയൻസിന്റെ ബൈബിൾ ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പൊന്നു ചേച്ചി, ഇത് നമുക്ക് വായിച്ചു വിടാം. അപ്പൊ ചേച്ചി പറഞ്ഞു, എടാ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ പറഞ്ഞു, പഠിക്കണം. എന്നാ വേദപുസ്തകം വായിച്ചു. ഇംഗ്ലീഷ് പഠിക്കാൻ വേദപുസ്തകം വായിച്ച ആളാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം വേദപുസ്തകം വായിച്ചു. ഒരു ഗുണമുണ്ടായി, 3 മാസത്തിനകം എന്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തു. പലരും
ഈ വേദപുസ്തകത്തെ കാണുന്നത് എങ്ങനെയെന്നറിയാമോ? ഹല്ലേലൂയ. ചിലർ ഇതിനകത്തെ തെറ്റുകളെ കണ്ടുപിടിക്കാൻ വായിക്കുന്നവരുണ്ട്, ചിലർ ഇതിനെ വിമർശിക്കുവാൻ തക്കവണ്ണം വായിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഏതുദ്ദേശത്തോടുകൂടെ ഈ വേദപുസ്തകം കയ്യിലെടുത്താലും ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാകൊണ്ട് യെസ്, അത് ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു ഈ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്? പല ആവർത്തി വചനം വായിച്ചു, ഹല്ലേലൂയ, ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഈ വചനം എന്നോട് സംസാരിക്കുവാൻ തക്കോണം തുടങ്ങി. അതിനുശേഷം ICPF എന്ന് പറയുന്ന സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളിനെയും ആന്റിയും ഈ ചേച്ചി എന്നെ പരിചയപ്പെടുത്തി. ആദ്യമായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ എനിക്കിപ്പോ മനസ്സിലായി ഇവര് ഹല്ലേലൂയ പെന്തക്കോസ്തുകാരാണ്, കാതിലും കഴുത്തിലും ഇല്ലാത്ത ആന്റി, ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന അങ്കിള്. അങ്ങനെ അവരുടെ അടുക്കൽ പോയി ഹല്ലേലൂയ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഈ ആന്റി എന്നോട് ചോദിച്ചു, ഇസ്മായിലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? ഞാൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കത്തുള്ളൂ, നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഈ ആന്റി ഹല്ലേലൂയ രണ്ടുപേരും കരം കോർത്തു പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. പ്രിയ ദൈവജനമേ, ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഈ ആന്റി വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ചിന്ത വന്നു, എങ്ങനെ ഇവർക്ക് ഇത് പറയാൻ സാധിക്കുന്നു? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഉയരത്തിൽ ഒരു ദൈവമുണ്ട്. ഇത് കേട്ടപ്പോ എനിക്ക് അനേക കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരിൽ 10-12 ഞാൻ അവിടെ കൊണ്ടുപോയ 12 8 ഗുണപ്പെട്ടു. അവരെല്ലാം ഇപ്പൊ കർത്താവിന് വേലയിലായിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ യേശുവിനെ അറിയുന്നതിന് മുന്നമേ തന്നെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവിടെ വരുത്തി. നീണ്ട ഒരു വർഷം ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ പ്രിയമുള്ളവർ എന്നോട് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, എന്നാൽ അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പലയാവർത്തി ഖുർആന്റെ തർജ്ജമ വായിച്ചു, വചനം വായിച്ചു. ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാർ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചപ്പോൾ എന്താണ് സ്നാനമെന്ന് കാണുവാൻ ഞാൻ കടന്നുപോയി. തലേ ദിവസം വരെ കണ്ട കൂട്ടുകാരെ എനിക്ക് നല്ലതായിട്ട് അറിയാമായിരുന്നു. എന്നാൽ സ്നാനക്കുളത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന എന്റെ കൂട്ടുകാരുടെ മുഖത്തെ തേജസ് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് എന്തോ സത്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴ ശുശ്രൂഷ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയായിട്ട് ദൈവത്തിന്റെ ദാസൻ പറയാറുണ്ട്, അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഹല്ലേലൂയ അനേകർ ഇതിനകത്ത് ഭാഗവാക്കാകാനുണ്ട് എന്നാണ് സാധാരണയായി പറയാറുള്ളത്. എന്നാൽ അന്ന് രാത്രി ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു, ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്, മര്യാദയ്ക്ക് ഗുണപ്പെട്ടാ നിനക്ക് നല്ലത്. എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമേ ഗുണപ്പെടാത്ത ആൾ അവിടെ ഉള്ളൂ. അന്ന് ആരോടും യാത്ര പറയാതെ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ സർവശക്തനായ ഞാൻ എന്ന് വിശ്വസിച്ചിരുന്ന ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, കഴിഞ്ഞ 18 വർഷമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്നാൽ ഇവർ പറയുന്നു യേശു മാത്രമാണ് ദൈവം. യേശുവാണ് ദൈവമെങ്കിൽ ഇന്ന് രാത്രി നീ എന്നോട് ഈ സമയത്ത് നീ എന്നോട് സംസാരിക്കണം. അല്ല, നീയാണ് ദൈവമെങ്കിൽ നീ എന്നോട് സംസാരിക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇസ്മായിലിനെ കുറിച്ച് നാം കേട്ടതുപോലെ ഹല്ലേലൂയ, യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അന്ന് ഹൃദയ നുറുക്കത്തോടെ എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ല എന്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞത്, എന്റെ അരുമനാഥന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്നെ വിളിച്ചു, ഇസ്മായേലേ, നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ നീ തുറക്ക്, വായിക്ക്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചനം. അവിടെ നാം കാണുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ എന്നെയും നിനക്ക് പറ്റുമല്ലോ, മുസ്ലിം ആയിരിക്കുന്ന എന്നെയും നിനക്ക് പറ്റുമല്ലോ, എന്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ. ആ ഒരു പ്രാർത്ഥന 1999 ഡിസംബർ 9 5:45 ഞാൻ പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഇന്നു വരെയും എന്റെ യേശു കർത്താവ് രാജാധിരാജാവായി കർത്താവായി എന്റെ ഹൃദയത്തിൽ വാണുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാൻ അവിടെ പൈതലായിട്ടിരിക്കുന്നു. എന്റെ സാക്ഷ്യത്തിന്റെ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മാത്രം പറയുന്നു, സ്നാനപ്പെട്ടതിന് ശേഷം അനേക പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. മരണകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാലും ഹല്ലേലൂയ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവനോടെ എന്റെ കർത്താവ് എന്നെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേക പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടുത്തലുകളും, നീണ്ട വർഷങ്ങൾ 11 വർഷത്തോളം ഒറ്റയ്ക്ക് ഒളിച്ചു താമസിക്കേണ്ട അനുഭവങ്ങളെല്ലാം വന്നിട്ടും എന്റെ കർത്താവ് ഇപ്പോഴും എന്റെ കർത്താവ് തക്ക സമയമായപ്പോൾ വെളിയിലെടുത്ത് അവന് വേണ്ടി ഉപയോഗിക്കുന്ന
മഹാദയക്കായിട്ട് ഇങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ കൊടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് എന്റെ ഭാര്യ എന്റെ കൂടെ വന്നിട്ടുണ്ട്, പ്രിയ ജാസ്മിൻ. അവളും ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ്. പ്രിയ ഷമീർ പാസിന്റെ സഹോദരിയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ ആയൂരില് ഞാൻ ദീർഘവർഷങ്ങൾ ഒരു അധ്യാപകനായി, ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ദൈവത്തിന്റെ വിളി കേട്ടതിനു ശേഷം ഹല്ലേലൂയ പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 4 വർഷമായി സമർപ്പിച്ച് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ആയൂര് ഹല്ലേലൂയ ഒരു കൊച്ചു സഭയുടെ ഒരു പാസ്റ്ററായിട്ട് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.